അത് കഴിഞ്ഞ 2020 മുതൽ ഈ കാലയളവിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് കുട്ടികൾക്ക് വലിയ ടഫായിരുന്നു എന്ന് തന്നെ സത്യമാണ്. അതായത് നമ്മളുടെ കൊറോണ സമയത്ത് CBSEയുടെ പരീക്ഷാ രീതി എല്ലാം ഓപ്ഷൻസ് ആക്കി മാറ്റി. അതായത് എല്ലാ ചോദ്യവും ഓപ്ഷൻസ് ആണ്, 4 ഓപ്ഷൻ വെച്ച് കൊടുക്കുന്ന ഈ രീതിയിലേക്ക് മാറി. ഓപ്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഓപ്ഷനും കറക്റ്റ് ആൻസർ കുട്ടികൾ ഇടുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ 2020 ഈ ഓപ്ഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ മുഴുവനായിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ആപ്ലിക്കേഷൻ ടൈപ്പ് ആയിട്ട്, അത് കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒന്ന് ചിന്തിച്ച് ആൻസർ എഴുതി വർക്കൗട്ട് ചെയ്ത് ആൻസർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ 4 ഓപ്ഷനിൽ ഏതാണ് ശരിയെന്ന് മനസ്സിലാവുകയുള്ളായിരുന്നു. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ പിന്നെ അങ്ങോട്ട് CBSE ഫോളോ ചെയ്തെന്ന് വേണം പറയാനായിട്ട്. അതായത് പിന്നീട് 2021-22 കാലഘട്ടങ്ങളിൽ ഈ ഓപ്ഷൻസ് കൊടുക്കുന്ന ഈ രീതി മാറ്റിക്കഴിഞ്ഞപ്പോൾ ഈ ഓപ്ഷൻസ് എല്ലാം എടുത്തു കളഞ്ഞു. പക്ഷേ ആ ക്വസ്റ്റ്യൻസ്, ആ സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെ CBSE നിലനിർത്തി. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിയൽ ടൈം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കോമ്പിറ്റൻസി ക്വസ്റ്റ്യൻസ് വളരെയധികം എണ്ണം കൂടി വരികയാണ്.